അച്ഛൻ എന്തോ തെറ്റ് പറ്റിയതാ. ശരിയാണ്, തെറ്റ് പറ്റിയത് എനിക്കാ. നിന്റെ അപ്പന്റെ പള്ളിക്കച്ചടത്ത് ഞങ്ങൾ കൊടുത്തു, അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. കല്യാണം അറിയുന്നവരൊക്കെ പിന്നെ നടത്താം. പെണ്ണ് കേൾക്കാനും വീട്ടിൽ നിൽക്കട്ടെ. അവളോടും വേണേ കാശുണ്ടാക്കാൻ വല്ല വഴിയും നോക്കാൻ. എന്റെ അപ്പനെ കള്ളനാക്കിയിട്ട് നീ ഇവിടെ ജീവിക്കത്തില്ല. അടുത്ത പള്ളി കമ്മിറ്റിക്ക് മുമ്പ് കാശ് തിരികെ കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ കാണിക്കത്തില്ല. ഓടാ പുല്ലേ. സണ്ണി ഇറങ്ങി വരാ. എന്താ സാർ? ഇറങ്ങി വരാൻ. എന്താ സാർ? നീ ആരാടാ? പാലമറ്റത്തെ രാജകുമാർ. കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. നീ അറിയേണ്ട കാര്യമാടാ. വലിച്ച് കേട്ടടാ. റോഡ് ബ്ലോക്ക് ആയല്ലോ. മരണം നടന്നത് ഇവിടെ എത്തുന്നതിന് മുൻപായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം. ഡോക്ടർ, അച്ചായ മരിച്ചത്? ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ ഇയാളെ പ്രവേശിപ്പിക്കുവാനാകട്ടെ. ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും ഉന്നയിക്കും. പാപ്പച്ച, ഇത് ഇട്ടിച്ചന്റെ മരണം ആത്മഹത്യയാണെന്നുള്ളതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പക്ഷേ ആ സ്ഥിതിക്ക് ഇവിടെ അടക്കണോ അതോ? പാപ്പച്ച, അതിന് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പിന്നെ പോലീസ് അന്വേഷണമായി ശവം മാന്തലായി ആകെ കുളവാകും. എനിക്ക് എന്റെ തടി നോക്കണം. ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത്. എന്റെ മടി കിടന്ന ഇട്ടിച്ചായ മരിച്ചത്. വിഷം കഴിച്ചാലും മടി കിടന്ന് മരിക്കാൻ നീ പക്ഷേ എന്റെ അപ്പച്ചന്റെ ശവത്തോടെ പക തീർക്കരുത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം എങ്ങനെയെങ്കിലും. എന്റെ അപ്പച്ചനോട് ഇനി നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം? നീ എനിക്കിട്ടൊന്ന് തല്ലി, അത് ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. അത് വേറെ വിഷയം. പള്ളി വേറെ, പോലീസ് വേറെ.
പക്ഷെ തിരുസഭയുടെ നിയമവും കാര്യങ്ങളും എല്ലാവർക്കും ബാധകമല്ലേ? ഇന്നിപ്പം നിന്നെ കൊണ്ട് കരഞ്ഞ് കാലൊടിപ്പിച്ച് ഇട്ടിച്ചാൻ ഇവിടെ അടയ്ക്കുന്നതിന് ഇരിക്കട്ടെ. പക്ഷെ നാളെ മുതൽ വിഷം നിന്ന് മരിച്ചവനെയും കെട്ടിത്തൂങ്ങി ചത്തവനെയും ഇവിടെ അടയ്ക്കേണ്ടി വരില്ലേ? മാനം മര്യാദയ്ക്ക് മരിച്ച അപ്പനപ്പന്മാരെ അടയ്ക്കിയ സിമിത്തേരിയായത്. ഇത്തരക്കാരെയൊക്കെ അടയ്ക്കൽ മനുഷ്യർ വെറുതെ ഇരിക്കുവോ? പാപ്പച്ച, ഡോക്ടർക്ക് പറ്റി എന്തോ പിഴവാ. ചാച്ചൻ പൈലിയുടെ മടി കിടന്ന മരിച്ചേ. അയ്യോടാ, ഡോക്ടർക്ക് പിഴവ് പറ്റാനോ? നമ്മുടെ അമ്പാർ നിരപ്പിലെ അവതകുട്ടിച്ചാന്റെ മകനാ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ജോർജ് വർഗീസ്. ബഹുമിടുക്കനാ. അവൻ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നാ കിട്ടാനാ? അച്ഛാ, ചാച്ചനെ ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ അടക്കണം. ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് മനസ്സമാധാനം കിട്ടത്തില്ല. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് ക്ഷമിക്കണം. കുമുസാരവും മാനസാന്തരവും ഒക്കെ പിന്നെയാവും. പള്ളിക്കാർ ഇട്ടിച്ചാന്റെ പേരില് സാമ്പത്തിക ക്രമക്കേടിന് കേസ് കൊടുക്കാൻ പോകുന്ന സ്ഥിതിക്ക് നാളെ ആരെങ്കിലും ഞാൻ തല്ലിക്കൊന്നും പറഞ്ഞ് പോലീസ് കേസ് കൊടുത്താലോ? അടയ്ക്ക ശവം പിന്നെയും മാന്നിട്ട് വരും. ചിമിത്തെല്ലാം നമുക്ക് വലിയ പൊല്ലാപ്പാകുന്നേ. പിന്നെ ഞങ്ങൾ ഇടവക്കാരെ വാക്ക് കേൾക്കാതെ അച്ഛന് ചിമിത്തൽ നടക്കണമെങ്കിൽ അയക്കോ. ഞാൻ കാര്യം പറഞ്ഞു. പിന്നത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇട്ടിച്ചനെ ഇവിടെ അടയ്ക്കാം. വേണ്ടച്ചോ, ആരുടെ ഔദാര്യം വേണ്ട. എന്റെ അപ്പനെ തെമ്മാടിക്കുഴി അടയ്ക്കാ മതി. വിഷം തിന്ന് ചത്തവന് തിരുക്കർമ്മങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന നിയമമുള്ളപ്പോ അച്ഛനായിട്ട് തെറ്റിക്കണ്ട. സന്നിക്കുട്ടി, വേണ്ട. ഇടവക പ്രമാണിമാരുടെ കാല് പിടിച്ച് എന്റെ അപ്പനെ ഇവിടെ അടയ്ക്കുക. അപ്പന്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. നീ കോഴ കൊടുത്ത് വാങ്ങിച്ച ഈ കള്ള സർട്ടിഫിക്കറ്റ് തിരുത്താൻ പാലോ മറ്റു തീർക്കുന്ന ഗതിയില്ല. പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും. ഓർത്തോ? തെമ്മാടി പറമ്പിൽ കയറാൻ നാടുള്ള ഒരുത്തരം ഈ പെട്ടി തുറന്ന. വേണ്ടച്ചോ, ഞാനൊന്ന് കളിക്കട്ടെ. തമ്പുരാക്കന്മാരെ എല്ലാം ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. കൺഗ്രാചുലേഷൻസ്. ദാമോദരൻ സാർ SIയിൽ നിന്ന് CAയിലോട്ട് ഉയർന്നു എന്ന് കേട്ടു. കൂട്ടത്തിൽ ഒരാളെ കണ്ടില്ലല്ലോ, ഡോക്ടർ ജോർജ് വർഗീസ്. തിരക്കിലാവും, ഞാൻ വീട്ടിൽ പോയി കണ്ടോളാം. പിന്നെ നാളെ എൻ്റെ കല്യാണമാണ്. എല്ലാവരും വന്ന് കണ്ടുകൂടി എന്നെ ആശീർവദിക്കണം. അത് പറയാനാ വന്നത്. താനെന്താ മനുഷ്യനെ ഒരുമാതിരി കളിയാക്കി സംസാരിക്കുന്നത്? മുതലാളി ഇരിക്കുന്നിടത്ത് അങ്ങേര് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആശ്രിതൻ സംസാരിക്കാൻ പാടില്ല. അങ്ങേർക്ക് പറയാനുള്ളത് പറയട്ടെ, എന്നിട്ട് സാറിന്റെ ഊഴ്. സർവീസിലിരിക്കുന്ന പോലീസുകാരെ തല്ലുന്നത് ശരിയല്ല. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. എടാ പുല്ലേ, കാളകെട്ടി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറി നീ മറന്നോടാ? ഇല്ല, ആ സ്റ്റേഷനിലെ ക്രിസ്തുമസ് രാത്രി പിറ്റേ പകൽ എന്റെ അപ്പന്റെ ശവം തെമ്മാടി പറമ്പിൽ അടക്കിയ ദിവസം ആ പകലിന്റെ രാത്രിയുടെ കടം പത്മനാഭന്റെ മുദ്രയുള്ള നിന്റെ തൊപ്പി ഊരിക്കുന്നതിന്റെ പിറ്റേ ദിവസത്തേക്ക് വെച്ചിരിക്കാം. ഓർത്തോ? എടാ കൊച്ചനെ, സിംഗപ്പൂരിൽ പോയി കിടന്ന് 10 കാശ് ഉണ്ടാക്കുന്ന നെകളിപ്പൊന്നും ഇവിടെ വേണ്ട. നാട് വിട്ടു നിന്ന് ഇത്രയും നാൾ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച എന്താണെന്നറിയാം? ഞാൻ തിരിച്ചു വരുമ്പോഴും നിങ്ങളൊക്കെ ജീവനോടുണ്ടായിരിക്കണേന്ന്. നാളെ എന്റെ കല്യാണമാണ്. ഇപ്പൊ ഞാൻ വന്നത് അതിനെ ക്ഷണിക്കാൻ. മറന്നു പോകണ്ട. കാണാം. മലയാളമൊക്കെ അറിയാമല്ലേ? ഇന കൂത്ത്. പിന്നെ ഈ വർത്താനം പറഞ്ഞൊക്കെ എന്താ അറിയില്ല? പോയേച്ചി, സിംഗപ്പൂരിൽ ജനിച്ചു വളർന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അമ്മച്ചി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചറെ വെക്കണമെന്ന് പറഞ്ഞു പൈലിച്ചാൻ എന്തൊരു കളിയാക്കായിരുന്നു. എന്റെ പിള്ളേരെ, ആ കൊച്ചിത്തിരി കാറ്റും ഉള്ളട്ടെ. ഓ, ഈ അമ്മച്ചിക്ക് പുത്ത മരുമകൾ വന്നപ്പോ ഞങ്ങൾ മക്കളെ ഒന്നും വേണ്ട. അതേടി, എനിക്കിനി നിന്റെ ഒന്നും ഓരോ ഓശാരവും വേണ്ട. മോള് വാ. സണ്ണിച്ച പെമ്പിളയും കൊണ്ട് സിംഗപ്പൂര് പോകുമ്പോ അമ്മച്ചി എന്നെ എടുക്കുന്ന അറിയാലോ. സിംഗപ്പൂരിലല്ല, ഈ വീടിന്റെ പടി കടത്തി ഞാൻ എന്റെ മോളെ എങ്ങും വിടത്തില്ല. അമ്മച്ചി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതാ എന്റെ കുഞ്ഞിനെ. വാ മോളെ. അമ്മച്ചി, ഞാൻ ഇറങ്ങ. കൊച്ചിനിന്ന പണ്ടെന്റെ കല്യാണത്തിനായിട്ട് ചാച്ച വാങ്ങിച്ചു തന്നതാ. മിന്നെ ഞാനൊരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തു. മാല കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു.
സണ്ണിച്ചായം കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന് കൊടുക്കാൻ. മിന്നുമാലയുടെ കൂടെ ഇതും കിടന്നോട്ടെ, ചാച്ചന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. സണ്ണിച്ചായ, നാളെ കാലത്ത് രണ്ടാളും കൂടി പോയി ചാച്ചനെ കുഴിമാടത്തിൽ പ്രാർത്ഥിക്കണം. സണ്ണിച്ചാന്റെ പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടു. നല്ല കുട്ടി. കർത്താവ് എല്ലാം നന്നായി വരുത്തും. ഞാൻ വരട്ടെ. കുറച്ച് കൂടിപ്പോയി അല്ലേ അച്ഛാ? വേണ്ടി വന്നു. ജയിലിൽ കിടക്കുന്ന മുഹമ്മദ് അലി ഇന്നല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങും. അറ്റംപ്റ്റ് മർഡർ എന്നുള്ളതിന്റെ തെളിവ് നശിപ്പിക്കാൻ അവന്റെ ചൈനക്കാരൻ ബോസ് പണം ഒഴുക്കും. എനിക്കറിയാം അച്ഛാ, അവൻ വരും, അവൻ വരും. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ അവൻ അലറി വിളിച്ചു പറഞ്ഞു, എന്റെ സർവനാശം കാണാൻ അവനും കാത്തിരിക്കുന്നു. ഒന്നുമില്ല, സണ്ണിച്ചൻ ടെൻഷൻ ആവരുത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് അയ്യര് വിളിച്ചാലും ഉടനെ ഇപ്പൊ സണ്ണിച്ചൻ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നിങ്ങൾ വൈകിക്കണ്ട, ഫ്ലൈറ്റിന് ടൈമായി. കാര്യം ഇനി ആരോടും യാത്ര പറയാൻ നിൽക്കുന്നില്ല. വരട്ടെ. എന്നാ മുറിക്കകത്താകാം. ഒരു കുടുംബ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ മാനസിക ഐക്യമാണ് ദാമ്പത്യത്തിന്റെ വിജയം. കുടിയും വലിയൊക്കെ ഉപേക്ഷിച്ച് നല്ല പിള്ള ചമഞ്ഞാൽ പാലോ മറ്റത്തെ സണ്ണിച്ചന്റെ ഭാര്യയായി ഇന്നിവിടെ കഴിയാം എന്ന് കരുതുന്നുണ്ടാവും അല്ലേ? 6 മാസത്തെ കരാറിൽ വാടകയ്ക്കെടുത്തൊരു പെണ്ണാണ് നീ എന്ന കാര്യം ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലത്. മറന്നിട്ടില്ല. എനിക്കിപ്പോ നിങ്ങളോട് തോന്നുന്ന വികാരം എന്താണെന്നറിയാമോ? ഒരു തേർഡ് റേറ്റ് കൂട്ടിക്കൊടുപ്പുകാരനോട് തോന്നുന്ന അറപ്പ്. സ്വന്തം അമ്മയും പെങ്ങന്മാരെയും വഞ്ചിച്ചിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന നാടകത്തിൽ ആരാണ് ജയിക്കുന്നത്? നിങ്ങളോ? ഞാനും നിങ്ങളും തമ്മിൽ 10 ലക്ഷം രൂപയുടെ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ആ 10 ലക്ഷം രൂപ ഇന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തെറിഞ്ഞിട്ട് ഞാൻ ഈ രാത്രി ഇറങ്ങി പോകുമായിരുന്നു. പാലോമറ്റത്ത് സണ്ണിച്ച ഇതൊന്നുമല്ല ഹീറോയിസം. 5 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിച്ച് യാതൊരു മുൻ പരിചയമില്ലാത്ത എന്നെ കുത്തുപാളയൊരുപ്പിക്കാൻ വേഷം കെട്ടി പുറപ്പെട്ടപ്പോ എവിടെയായിരുന്നു ഇതിന്റെ ആദർശവും ഫിലോസഫിയും? അതിന് വിശുദ്ധമായ ഒരു മറുപടി എനിക്കുണ്ടായിരുന്നു. വിശക്കുന്ന 4 വയറുകൾ, എന്റെ അനുജത്തിയുടെ ചാരിത്രം. ഏത് കോടതിയും എനിക്കതിന് മാപ്പ് തരും. നിങ്ങൾ ഈ കളിക്കുന്ന വഞ്ചനയ്ക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? എനിക്ക് ജയിക്കണം. എന്നെ തോൽപ്പിച്ചവരെ എനിക്ക് തോൽപ്പിക്കണം. തെമ്മാടി പറമ്പിൽ അടക്കിയ മനുഷ്യന്റെ മകന്റെ കല്യാണം ഒരു വട്ടം മാറി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടും മകളുടെ കല്യാണവും നടന്നില്ല. 3ാമതും പള്ളിപ്പറമ്പിൽ ഒരുക്കിയ എന്റെ ഈ കല്യാണം കൂടി നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ അപ്പച്ചന്റെ കുഴിമാടത്തിനടുത്ത് എനിക്കൊരു കുഴി കൂടി വെട്ടേണ്ടി വരുമായിരുന്നു. എന്റെ അമ്മച്ചിയുടെ ഒരു വട്ടമെങ്കിലും ഞാനത് ജയിച്ചോട്ടെ. ആദർശത്തിന്റെ ത്രില്ലിൽ ഇവിടെ നീ എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചാൽ കൊന്ന് കുഴിച്ചു മൂടും നിന്നെ ഞാൻ. ഇല്ല, ഒറ്റിക്കൊടുക്കില്ല. മരിക്കാനുള്ള ഭയം കൊണ്ടല്ല, നിങ്ങളുടെ വിജയങ്ങൾ കാണാൻ. തലമുറകൾ കൈമാറാൻ നിങ്ങളുടെ ചാച്ചൻ തന്ന ഈ പവിത്രമാല ഇതെന്റെ കഴുത്തിൽ കിടന്ന് കളങ്കപ്പെടണ്ട. മോളിക്കുട്ടി സിസ്റ്റർ ചോദിച്ചാൽ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം.